ഹായ് ഓൾ. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കൊടുക്കുന്ന ബോക്സ്. ഇതൊരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ നമുക്കറിയാം സമ്മർ സീസണിൽ വളരെ അത്യാവശ്യമുള്ളതും എല്ലാ സീസണിലും ആവശ്യമുള്ള സാധനമാണ് സൺസ്ക്രീൻ എന്ന്. അപ്പം ഈ സൺസ്ക്രീൻ അക്ലോജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ നോർമലി ഈ പറയുന്ന പോലത്തെ അക്ലോജിക്ക എന്നൊക്കെ പറയുന്ന എല്ലാവരും ഡെർമറ്റോളജിസ്റ്റും ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലോ. പക്ഷേ ഞാൻ നോർമലി അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാറില്ല. കാരണം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു 200 രൂപ താഴെയുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെയാണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ പറയുന്ന ഇത്രയും റേറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അപ്പോൾ ഈ പാവപ്പെട്ടവർക്കൊന്നും സ്കിൻ കെയർ വേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി ഞാൻ പോൺസ് ലാക്മീൻ്റെ ഒക്കെയാണ് സൺസ്ക്രീൻ ഒക്കെ ഒരു 200 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടാറുള്ളൂ. അതേപോലെ മോയ്സ്ചറൈസർ ഒരു 100 റേഞ്ചിലൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഞാൻ നോർമലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുവരെ നമ്മളൊരു വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞേക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. ഇത് അക്വലോജിക്കയുടെ 5 ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ആണ്. അവക്കാഡോ ആൻഡ് എസെൻഷ്യൽ സെറാമൈഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രെങ്തൻ ആൻഡ് ഹൈഡ്രേറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം ഇതിനകത്തുള്ള ഏത് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അക്വലോജിക്കനെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ബ്രാൻഡാണ്. കാരണം നല്ല റേറ്റ് വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ് 449 ആണ്. പക്ഷേ 350 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഓഫറിന്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് സാധനം. ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ നമുക്ക് ടെക്സ്ചർ നോക്കാം. കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ. അപ്പോൾ ഇത് സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് ഒരു ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. എനിക്ക് ഇങ്ങനെ ടെക്സ്ചറാണ് കേട്ടോ വേണ്ടത്. കാരണം എൻ്റെ സ്കിന്നകത്ത് എനിക്ക് കട്ടിയുള്ള പ്രൊഡക്ട്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തോ സാധനം എൻ്റെ മുഖത്ത് കയറിയിരിക്കുന്നോ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല, നല്ല ജെൽ ടൈപ്പ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എങ്ങനെ ഇരിക്കും. അതേപോലെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാകുന്നുണ്ട്, ബ്ലെൻഡ് ആവുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫേസിൽ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഫേസിൽ ഇട്ടിട്ട് ഞാൻ ഓക്കെ. അപ്പോൾ ഇത് ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. അതേപോലെ തൊട്ട് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ മുഖത്തൊന്നും കട്ടിയിലിരിക്കുന്ന പോലത്തെ ഫീലൊന്നുമില്ല. ഒരു ജെൽ ടൈപ്പാണ്, ഭയങ്കര ക്രീമി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബൈ.